and I know that he is trustworthy and reliable. ഞാൻ ലോകത്തിന്റെ ഏത് ഭാഗത്ത് പോകുമ്പോഴും ഏതെങ്കിലും ഒരു കമ്പനിയിലോ ഏതെങ്കിലും ഒരു കടയിലോ ഒരു മലയാളി ജോലി ചെയ്യുന്നു എന്നറിയുമ്പോൾ ആ വ്യക്തിയെ കാണുന്നതിന് മുമ്പ് എനിക്കറിയാം ബുദ്ധിയുള്ള ആളാണ്, വളരെയധികം കഠിനാധ്വാനിയായ ആളാണ്, വിശ്വസിക്കാവുന്ന ആളാണ് എന്ന് മലയാളികളെ കാണുന്നതിന് മുമ്പ് എനിക്ക് പറയാൻ സാധിക്കും. So I am very happy to be here today because I deeply respect the people of Kerala. എനിക്ക് ഇന്ന് നിങ്ങളുടെ മുൻപിൽ നിൽക്കാൻ വളരെയധികം സന്തോഷമുണ്ട്. കാരണം കേരളത്തിലെ ജനങ്ങളെ ഞാൻ ആഴത്തിൽ ബഹുമാനിക്കുന്നു. And with respect, I would like to welcome Shri T.N. Pratapan ji, Shri M.P. Vincent ji, Shri Abdul Rahman Kutti ji, Shri Joseph Chaliseri ji, all the other leaders present on the dais, and our two candidates, Advocate K.N.A. Khadar ji and Shri Vijay Hari ji. അതുകൊണ്ട് ഈ ബഹുമാനത്തോടു കൂടി തന്നെ വേദിയിലിരിക്കുന്ന കോൺഗ്രസിന്റെയും UDF-ന്റെയും എല്ലാ നേതാക്കളും നിങ്ങളുടെ സ്ഥാനാർത്ഥികളായ UNA ഖാദർജിയെയും ശ്രീ വിജയ് രവിയെയും ഞാൻ സ്നേഹത്തോടു കൂടി ഇവിടെ സ്വാഗതം ചെയ്യാൻ ആഗ്രഹിക്കുന്നു. ശ്രീ K.N.A. ഖാദർജി. Kerala belongs to you. കേരളം നിങ്ങളുടെ സ്വന്തമാണ്, നിങ്ങളുടേതാണ്. You built it with your hard work. നിങ്ങളുടെ കഠിനാധ്വാനം കൊണ്ട് കേരളത്തെ നിർമ്മിച്ചെടുത്തത് നിങ്ങളാണ്. You are the people on whose shoulders this state stands. കേരളം എന്ന് പറയുന്നത് നിങ്ങളാണ്, നിങ്ങളുടെ ചുമലുകളിലാണ് കേരളം എന്ന ഈ സംസ്ഥാനം നിലനിൽക്കുന്നത്. It is the workers of Kerala, the fishermen of Kerala, those who run the industries of Kerala, those who migrate from here, go outside to build a future for themselves and send you resources to build your own, that own Kerala. It is them who have made it. It is them to whom the state and its resources belong. കേരളം എന്ന് പറയുന്നത് ഇവിടുത്തെ തൊഴിലാളികളാണ്, ഇവിടെ മത്സ്യത്തൊഴിലാളികളാണ്, ഇവിടുത്തെ കർഷകരാണ്. അതുപോലെ തന്നെ സ്വന്തം ഭാവി പടുത്തുയർത്തുന്നതിന് വേണ്ടി കേരളത്തിന് പുറത്ത് കുടിയേറി പാർക്കുന്ന ആളുകളും അവർ നിങ്ങൾക്ക് തിരിച്ച് കേരളത്തിലേക്ക് നൽകുന്ന സംഭാവനകളും ഇതെല്ലാം ചേർന്നുകൊണ്ടാണ് നിങ്ങളാണ് കേരളം നിർമ്മിച്ചിരിക്കുന്നത്. കേരളത്തിൻ്റെ ഈ സമ്പദ് സമൃദ്ധിയും കേരളത്തിൻ്റെ വിഭവങ്ങളും എല്ലാം നിങ്ങൾ ഉൾപ്പെടുന്ന ഈ എല്ലാവരുടേതുമാണ്. And in this journey to build your state, the Congress Party has been an old friend. നിങ്ങൾ കേരളത്തെ നിർമ്മിച്ചെടുക്കുക എന്ന് പറയുന്ന ഈ നിങ്ങളുടെ ഈ യാത്രയിൽ കോൺഗ്രസ് പാർട്ടി വളരെ പഴക്കമുള്ള ഒരു സുഹൃത്തായി നിങ്ങളോടൊപ്പമുണ്ട്. It is in 1921 that the Congress Party put out a call for the United State of Kerala. 1921 കോൺഗ്രസ് പാർട്ടി ഒരു ഐക്യ കേരളം എന്ന ആഹ്വാനം ഇവിടെ നടത്തിയത്. And it is the Congress Party which in 2021 today wants to give you a plan, a vision for the future of Kerala. ഇന്ന് 2021 അതേ കോൺഗ്രസ് പാർട്ടിയാണ് നിങ്ങൾക്ക് കേരളത്തിന്റെ ഭാവിക്ക് വേണ്ടി നിങ്ങൾക്കൊരു കാഴ്ചപ്പാടും നിങ്ങൾക്കൊരു ചിന്താഗതിയും നൽകാൻ ആഗ്രഹിക്കുന്നത്. How do we plan to do this? നമ്മൾ എങ്ങനെയാണ് ഇത് നടക്കാൻ ആസൂത്രണം ചെയ്യുന്നത്? Well, we thought that the best people to ask were the people of Kerala themselves. ഞങ്ങൾ ഇതിനെക്കുറിച്ച് ചിന്തിച്ചപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലായി ഇതിനെക്കുറിച്ച് ചോദിക്കാൻ ഏറ്റവും നല്ല ആളുകൾ എന്ന് പറയുന്നത് കേരളത്തിലെ ജനങ്ങളാണ്. So for many months, leaders and workers of the Congress Party met with all different society sections of Kerala's society, with the fisher folk, with people who run the industries, small industries and businesses of Kerala, with women, and had discussions on what it is that you really want. What are your problems and how can we resolve them? ഈ ഉദ്ദേശം വെച്ചുകൊണ്ട് കേരളത്തിലെ കോൺഗ്രസ് പാർട്ടിയുടെ പ്രവർത്തകരും നേതാക്കളും കഴിഞ്ഞ ഏതാനും മാസങ്ങളായി കേരള സമൂഹത്തിലെ വിവിധ ജനങ്ങളുമായി മത്സ്യത്തൊഴിലാളികളുമായി സ്ത്രീകളുമായി ഒക്കെ സംസാരിച്ചുകൊണ്ട് നിങ്ങളുടെ പ്രശ്നങ്ങൾ എന്താണ്, ആ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് നിങ്ങൾക്ക് എന്ത് പരിഹാരമാണ് വേണ്ടത് എന്നതിനെപ്പറ്റി നിങ്ങളോട് ചർച്ച നടത്തുകയുണ്ടായി. On the basis of these discussions, the UDF government has produced this vision document. ഈ ചർച്ചകളുടെ അടിസ്ഥാനത്തിലാണ് UDF ഗവൺമെന്റ് കേരളത്തിന്റെ ഭാവിയെക്കുറിച്ച് പറയുന്ന ഒരു പ്രകടന പത്രിക നിങ്ങളുടെ മുൻപിൽ കൊണ്ടുവരുന്നത്. And I want to spell out to you
some of the most important things that are going to be in the document through which we have envisioned the future of Kerala if the UDF comes to power. UDF ഗവൺമെന്റ് അധികാരത്തിൽ വന്നാൽ കേരളത്തിന്റെ ഭാവി എങ്ങനെ വരണം എന്ന് തീരുമാനിക്കുന്നതിന് വേണ്ടി നിങ്ങളുടെ മുൻപിൽ കൊണ്ടുവന്നിട്ടുള്ള പ്രകടന പത്രികയിലെ ഏതാനും പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ നിങ്ങളോട് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. So the first and most important thing that we realize is that you have been through a lot of pain and suffering in the last 5 years. ആദ്യം അതുപോലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ടതായി ഞങ്ങൾ മനസ്സിലാക്കിയത് കഴിഞ്ഞ 5 വർഷങ്ങളായി നിങ്ങൾ ധാരാളം വേദനയിലൂടെയും ബുദ്ധിമുട്ടിലൂടെയും കടന്നുപോയിട്ടുണ്ടെന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു. Instead of helping you in your struggles, strengthening you in the face of adversities like the corona pandemic, the lockdown during the pandemic, your government did nothing to make you stronger. ഈ ബുദ്ധിമുട്ടുകളിൽ നിങ്ങളുടെ കൂടെ നിൽക്കുന്നതിനൊപ്പം കൊറോണ കാലഘട്ടത്തിലുണ്ടായ ലോക്ക്ഡൗൺ ഇതിന്റെയൊക്കെ ഭാഗമായി നിങ്ങൾ ബുദ്ധിമുട്ടുകൾ സഹിക്കുമ്പോൾ നിങ്ങളുടെ ഒപ്പം നിൽക്കുന്നതിനൊപ്പം നിങ്ങളുടെ ഗവൺമെന്റ് നിങ്ങൾക്ക് വേണ്ടി ഒന്നും ചെയ്യുന്നില്ല, നിങ്ങളുടെ ഒപ്പം അവർ നിന്നിട്ടില്ല. We understand that the policies of the central government coupled with the policies of the state government have crippled the industries of Kerala. ഞങ്ങൾ മനസ്സിലാക്കുന്നു കേന്ദ്ര ഗവൺമെന്റിന്റെ നയങ്ങൾക്കൊപ്പം കേരളത്തിലെ ഗവൺമെന്റിന്റെ നയങ്ങളും കൂടെ ചേർന്ന് കേരളത്തിലെ വ്യവസായങ്ങൾക്ക് ധാരാളം ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കിയിട്ടുണ്ടെന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു. They have weakened the small businesses of Kerala. കേരളത്തിലെ ചെറുകിട വ്യവസായങ്ങളെ അവ ദുർബലപ്പെടുത്തിയിട്ടുണ്ടെന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു. And we asked economists, we asked leaders who had been finance ministers of India, we asked them all, how can we restart the economy of Kerala? ഞങ്ങൾ ഇവിടുത്തെ സാമ്പത്തിക വിദഗ്ധരോട് അതുപോലെ തന്നെ കേരളത്തിലെ ഭാരതത്തിലെ മുൻ മന്ത്രിമാരോട് ധനകാര്യ മന്ത്രിമാരോടൊക്കെ ഞങ്ങൾ ചോദിച്ചു, ഞങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, കേരളത്തിലെ സമ്പദ് വ്യവസ്ഥയെ വീണ്ടും ചലിപ്പിക്കുന്നതിന് ഞങ്ങൾക്ക് എന്ത് ചെയ്യാൻ സാധിക്കും? The answer was actually quite simple. അവരുടെ ഉത്തരം യഥാർത്ഥത്തിൽ വളരെ ലളിതമായിരുന്നു. They said that what has happened is that the state government's policies have favored corporates rather than putting money in the hands of the people. അവർ പറഞ്ഞത് ഇതാണ്, സംസ്ഥാന ഗവൺമെന്റിന്റെ നയങ്ങൾ അവരെപ്പോഴും താല്പര്യം കാണിച്ചത് കോർപ്പറേറ്റുകളോടാണ്. സാധാരണ ജനങ്ങളുടെ കയ്യിൽ പൈസ നൽകുന്നതിനേക്കാൾ സംസ്ഥാന ഗവൺമെന്റ് പണം നിക്ഷേപിച്ചത് കോർപ്പറേറ്റ് മുതലാളിമാരുടെ കയ്യിലാണ്. Instead of strengthening the rubber industry, the state government allowed unchecked imports of rubber. റബ്ബർ വ്യവസായത്തെ ശക്തിപ്പെടുത്തുന്നതിന് പകരം അനിയന്ത്രിതമായ റബ്ബറിന്റെ ഇറക്കുമതിയാണ് സംസ്ഥാന ഗവൺമെന്റ് അനുവദിച്ചു കൊടുത്തത്. It sold the livelihood of the fisher folk for a few thousand crores to corporates. ഏതാനും കോടി രൂപയ്ക്ക് വേണ്ടി നമ്മുടെ നാട്ടിലെ മത്സ്യത്തൊഴിലാളികളുടെ ഉപജീവന മാർഗത്തെ വിറ്റുകൊടുക്കുകയാണ് ഈ നാട്ടിലെ ഗവൺമെന്റ് ചെയ്തത്. And so it was the advice of economists and those who have run the finances of the country in the past that the money should be put back into the hands of the people so that the economy should restart once more. അതുകൊണ്ട് സാമ്പത്തിക വിദഗ്ധരും രാജ്യത്തിന്റെ ധനകാര്യ വകുപ്പ് മുൻപ് കൈകാര്യം ചെയ്തിട്ടുള്ള ആളുകളുടെ ഉപദേശമായിരുന്നു സമ്പദ് വ്യവസ്ഥയെ പുനരുജ്ജീവിപ്പിക്കുന്നതിന് വേണ്ടി സാധാരണക്കാരായ ജനങ്ങളുടെ കൈകളിലേക്ക് നമ്മൾ പണം തിരിച്ചു കൊടുക്കണമെന്നത്. So the first thing the UDF government proposes is that every poor family in Kerala should get monthly 6,000 rupees put directly in their purse. അതുകൊണ്ട് ആദ്യമായി UDF ഗവൺമെന്റ് പറയുന്നത് കേരളത്തിലെ ഓരോ ദരിദ്ര കുടുംബത്തിനും ഓരോ മാസവും 6,000 രൂപ അവരുടെ അക്കൗണ്ടുകളിലേക്ക് എത്തും എന്നാണ് UDF ഗവൺമെന്റ് ഉറപ്പ് നൽകുന്നത്. I see so many of my sisters here. ഞാൻ എൻ്റെ സഹോദരിമാരെ ഒരുപാട് പേരെ ഇവിടെ കാണുന്നു. Specifically for those who run their homes, for housewives who are never recognized by governments and political parties. പ്രത്യേകമായിട്ട് നമ്മുടെ നാട്ടിലെ വീട്ടമ്മമാർ, നിങ്ങളെ പോലെയുള്ള വീട്ടമ്മമാർ, രാഷ്ട്രീയ പാർട്ടികളും ഗവൺമെന്റുകളും ഒരിക്കലും അംഗീകരിക്കാത്ത നമ്മുടെ വീട്ടമ്മമാർക്ക് വേണ്ടി the UDF proposes that even if you don't fall into the Nyaya scheme, if you are a housewife between 40 and 60 years of age,
you should also get 2,000 rupees in your account directly every month. UDF വിചാരിക്കുന്നത് നമ്മുടെ വീട്ടമ്മമാർക്ക് ന്യായ പദ്ധതിയുടെ പരിധിയിൽ വരാത്ത 40-നും 60-നും ഇടയിൽ പ്രായമുള്ള നമ്മുടെ വീട്ടമ്മമാർക്ക് ഓരോ മാസവും നിങ്ങളുടെ അക്കൗണ്ടുകളിലേക്ക് 2,000 രൂപ ഉറപ്പ് നൽകും എന്ന് UDF നിങ്ങളോട് പറയുന്നു. I know how hard you work. എനിക്കറിയാം നിങ്ങൾ എത്രമാത്രം കഠിനമായി അധ്വാനിക്കുന്നുണ്ട്. I know that a housewife has no working hours. എനിക്കറിയാം ഒരു വീട്ടമ്മയ്ക്ക് എത്ര സമയം ജോലി ചെയ്യണം, സ്ഥിരമായ ഒരു ജോലി സമയം പോലും ഇല്ല. Nobody gives her overtime. നമ്മൾ കൂടുതൽ സമയം വർക്ക് ചെയ്താൽ, ജോലി ചെയ്താൽ, ഓവർ ടൈം ജോലി ചെയ്യുന്നതിന്റെ ആനുകൂല്യങ്ങൾ നമുക്ക് Nobody കിട്ടില്ല. tells her it's 5 o'clock she can stop. ആരും നിങ്ങളോട് പറയില്ല 5 മണിക്ക് നിങ്ങൾക്ക് ജോലി നിർത്താമെന്ന്. വീട്ടമ്മമാരോട് ആരും പറയില്ല. She works from the moment she wakes up in the morning to the moment she shuts her eyes. രാവിലെ എഴുന്നേൽക്കുന്ന നിമിഷം തൊട്ട് രാത്രിയിൽ ഉറങ്ങാൻ കണ്ണു മൂടുന്ന സമയം വരെ ഒരു വീട്ടമ്മ വീട്ടിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. And I can tell you from my own experience. എനിക്ക് എൻ്റെ അനുഭവത്തിൽ നിന്ന് നിങ്ങളോട് പറയാൻ സാധിക്കും That she does the most valuable work towards society and the family. എനിക്ക് എൻ്റെ അനുഭവത്തിൽ നിന്ന് പറയാൻ സാധിക്കും സമൂഹത്തിനും സ്വന്തം വീടിനും ഏറ്റവും വിലയേറിയ ജോലി ചെയ്യുന്നത് നമ്മുടെ വീട്ടമ്മമാരാണ്. It is she who keeps society strong. ഈ സമൂഹത്തെ ശക്തമാക്കി നിലനിർത്തുന്നത് നമ്മുടെ വീട്ടമ്മയാണ്. And most often, because she is a mother, she understands that fighting, causing anger, causing hatred among brothers is wrong. അതുകൊണ്ട് ഒരമ്മയായതുകൊണ്ട് സ്ത്രീകൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും സഹോദരങ്ങളുടെ ഇടയിൽ She knows that her family will progress only if her children get along. സഹോദരങ്ങളുടെ ഇടയിൽ വെറുപ്പും വിദ്വേഷവും ഉണ്ടാകുന്നതും അവരുടെ ഇടയിൽ സംഘർഷം ഉണ്ടാകുന്നതും നല്ലതല്ലെന്നും. So I truly believe that it is the mother, it is the woman in society who will teach society to get along, to live peacefully and to progress together. സമാധാനവും ഐക്യമുണ്ടെങ്കിൽ സ്വന്തം കുടുംബം മുൻപോട്ട് പോകുമെന്നും സ്ത്രീകൾക്കറിയാം. അതുകൊണ്ട് ഞാൻ വിശ്വസിക്കുന്നു സമൂഹത്തെ മുൻപോട്ട് കൊണ്ടുപോകാനും പുരോഗതിയിലേക്ക് നടത്താനുമുള്ള ചിന്ത സമൂഹത്തിൽ നൽകാൻ ഏറ്റവും പ്രാപ്തിയുള്ളത് സ്ത്രീകൾക്കാണ്, അമ്മമാർക്കാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. We are also very smart. നമ്മൾ അത് മാത്രമല്ല, നമ്മൾ വളരെ സ്മാർട്ടാണ്, കഴിവുള്ളവരാണ്. And we recognize lies when we see it. Recognize lies when we see it. അത് മാത്രമല്ല, നമുക്ക് നുണകൾ കാണുമ്പോൾ അത് തിരിച്ചറിയാനും കഴിയും. So I know that my sisters in Kerala can recognize the difference between the political parties. അതുകൊണ്ട് എനിക്കറിയാം കേരളത്തിലെ എൻ്റെ സഹോദരിമാർക്ക് രാഷ്ട്രീയ പാർട്ടികൾ തമ്മിലുള്ള വ്യത്യാസം തിരിച്ചറിയാൻ സാധിക്കും എന്ന് എനിക്ക് കൃത്യമായി അറിയാം. And I know that when the UDF says that they have made a vision document and they commit themselves to certain things in that document, they will do it for you. അതുകൊണ്ട് എനിക്കറിയാം നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും UDF ഒരു പ്രകടന പത്രികയുമായി നിങ്ങളുടെ മുൻപിൽ വന്ന് ഈ പ്രകടന പത്രികയിലെ വാഗ്ദാനങ്ങൾ നടപ്പിലാക്കുമെന്ന് UDF പറയുമ്പോൾ UDF നിങ്ങൾക്ക് വേണ്ടി അത് ചെയ്തിരിക്കും എന്ന് മനസ്സിലാക്കാനും നിങ്ങൾക്ക് സാധിക്കുമെന്ന് എനിക്കറിയാം. So there are other things that the UDF is proposing, especially for my sisters. എൻ്റെ സഹോദരിമാർക്ക് വേണ്ടി UDF ഗവൺമെന്റ് പറയുന്ന മറ്റു ചില നിർദ്ദേശങ്ങൾ കൂടിയുണ്ട്. They propose to build hostels and short stay homes in major towns. വലിയ നഗരങ്ങളിൽ ഹോസ്റ്റലുകളും അതുപോലെ തന്നെ ഹ്രസ്വകാലത്തെ താമസത്തിനുള്ള സൗകര്യങ്ങളും ഉണ്ടാക്കാം എന്ന് സ്ത്രീകൾക്ക് വേണ്ടി ഉണ്ടാക്കാമെന്ന് UDF വാഗ്ദാനം നൽകുന്നു. We propose fuel subsidy, especially for women, for fisher folk, for auto drivers and taxi drivers. സ്ത്രീകൾക്കും അതുപോലെ തന്നെ മത്സ്യത്തൊഴിലാളികൾക്കും ഓട്ടോ ടാക്സി തൊഴിലാളികൾക്കും ഇന്ധന സബ്സിഡിയും UDF ഉറപ്പു നൽകുന്നു. A special scholarship for children of single women. ഒറ്റയ്ക്ക് അമ്മമാർ വളർത്തുന്ന കുഞ്ഞുങ്ങളുണ്ട്, അവർക്ക് വേണ്ടി ഒരു പ്രത്യേക സ്കോളർഷിപ്പും UDF അധികാരത്തിൽ വരുമ്പോൾ നടപ്പിലാക്കും. A two-wheeler initiative for women who are working in the unorganized sector. അസംഘടിത മേഖലയിൽ ജോലി ചെയ്യുന്ന സ്ത്രീകൾക്ക് 2 വീലറുകൾ വാങ്ങാനുള്ള പ്രത്യേക ഒരു സഹായവും UDF ഉറപ്പു നൽകുന്നു. Sorry gentlemen, only for the ladies.
ഇവിടെയുള്ള പുരുഷന്മാർ ക്ഷമിക്കണം, ഈ ഇൻസെന്റീവ് ഞങ്ങൾ കൊടുക്കുന്നത് സ്ത്രീകൾക്ക് വേണ്ടി മാത്രമാണ്. For you we have other things. നിങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ മറ്റു പല നിർദ്ദേശങ്ങളും പ്രകടന പത്രികയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. So for all those who hold white ration cards, 5 kilos of rice will be given for free. വെള്ള റേഷൻ കാർഡ് ഉടമകൾക്ക് 5 കിലോ സൗജന്യ അരിയും UDF പ്രകടന പത്രികയിൽ വാഗ്ദാനം ചെയ്യുന്നു. We are committing ourselves to building 5 lakh homes for the homeless. നമ്മുടെ സംസ്ഥാനത്ത് വീടുകളില്ലാത്തവർക്ക് 5 ലക്ഷം പുതിയ വീടുകൾ നിർമ്മിക്കാം എന്ന ഉറപ്പും ഞങ്ങൾ നൽകുകയാണ്. To increasing the welfare pension to 3,000 rupees. അതുപോലെ ക്ഷേമ പെൻഷൻ 3000 രൂപയായി വർദ്ധിപ്പിക്കും എന്നും ഞങ്ങൾ വാക്ക് നൽകുന്നു. To putting in new measures to support small industry, Kerala's indigenous industries and small businesses. ഇവിടുത്തെ ചെറുകിട വ്യവസായങ്ങളും കേരളത്തിലെ തദ്ദേശീയവും പരമ്പരാഗതവുമായ വ്യവസായങ്ങളെ പിന്തുണയ്ക്കാൻ ആവശ്യമായ പുതിയ പദ്ധതികളും ആവിഷ്കരിക്കുമെന്ന് ഞങ്ങൾ ഉറപ്പ് നൽകുന്നു. We commit to give the minimum support price for rubber, coconut and paddy that the LDF refuses to give you. റബ്ബറിനും നാളികേരത്തിനും നെല്ലിനും LDF ഗവൺമെന്റ് നിങ്ങൾക്ക് തരാത്ത അടിസ്ഥാന താങ്ങുവില നൽകുമെന്നും ഞങ്ങൾ ഉറപ്പ് നൽകുന്നു. When our leaders spoke to different sections of society, they realized that the youth has been very disappointed and dismayed at the extent of discrimination in colleges, schools and universities. ഞങ്ങളുടെ നേതാക്കൾ സമൂഹത്തിലെ പല വിഭാഗങ്ങളിൽപ്പെട്ടവരുമായി സംസാരിച്ചപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് ഈ നാട്ടിലെ ചെറുപ്പക്കാർ നമ്മുടെ സ്കൂളുകളിലും കോളേജുകളിലും സർവകലാശാലകളിലും നടക്കുന്ന പക്ഷപാതിത്വം, വിവേചനം അതിനെ ഓർത്ത് വളരെയധികം ബുദ്ധിമുട്ടുണ്ടെന്ന് മനസ്സിലാക്കി. The UDF government is committed to passing what we have named the Rohit Vemula Act to end discrimination and partiality in colleges, universities and schools. സ്കൂളുകളിലെയും കോളേജുകളിലെയും സർവകലാശാലകളെയും പക്ഷപാതിത്വവും വിവേചനവും അവസാനിപ്പിക്കുന്നതിന് വേണ്ടി രോഹിത് വെമുല നിയമം എന്ന പേരിൽ ഒരു പുതിയ നിയമം UDF ഗവൺമെന്റ് അധികാരത്തിൽ വന്നാൽ നടപ്പിലാക്കും. Like you, we have all witnessed the rise of anger and hatred in politics in Kerala. നിങ്ങളെപ്പോലെ ഞങ്ങൾ എല്ലാവരും നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ട്, കേരളത്തിലെ രാഷ്ട്രീയത്തിൽ അക്രമത്തിൻ്റെയും ദ്വേഷത്തിൻ്റെയും കോപത്തിൻ്റെയും ഒക്കെ അളവ് വളർന്നു വരുന്നത് നമ്മളൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ട്. We lost many youth congress workers to this violence. ഈ അക്രമത്തിൻ്റെ ഇരയായി നമ്മുടെ പല യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെയും നമുക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ട്. And we truly want to end this violence. തീർച്ചയായിട്ടും ഞങ്ങൾക്ക് ഈ നാട്ടിലെ രാഷ്ട്രീയത്തിൽ വളർന്നു വരുന്ന ഈ അക്രമം അവസാനിപ്പിക്കണമെന്ന് ഞങ്ങൾക്ക് അതിയായ ആഗ്രഹമുണ്ട്. If politics itself promotes hatred and anger, then society becomes filled with it. രാഷ്ട്രീയം നമ്മുടെ സമൂഹത്തിൽ വിദ്വേഷവും ദേഷ്യവും വളർത്തുകയാണെങ്കിൽ നമ്മുടെ സമൂഹം മുഴുവൻ ദേഷ്യം കൊണ്ടും വിദ്വേഷം കൊണ്ടും നിറയും. We have committed to setting up a peace and harmony department to check violence, to check the spread of hatred and anger in politics in Kerala. നമ്മുടെ സമൂഹത്തിലെ അക്രമത്തിന് തടയിടുന്നതിന് വേണ്ടി, ഇവിടെ വിദ്വേഷവും വെറുപ്പും വളരാതിരിക്കുന്നതിന് വേണ്ടി UDF ഗവൺമെന്റ് അധികാരത്തിൽ വന്നാൽ സമാധാനത്തിനും ഒത്തൊരുമയ്ക്കും വേണ്ടി ഒരു പുതിയ വകുപ്പ് തന്നെ രൂപീകരിക്കുമെന്ന് ഞങ്ങൾ വാഗ്ദാനം ചെയ്യുന്നു. I want to say that you don't need any political parties, any leaders to give you a lecture on peace and harmony. എനിക്കറിയാം, ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ നേതാവും ഒരു രാഷ്ട്രീയ പാർട്ടിയും നിങ്ങളോട് വന്ന് സമാധാനത്തെ പറ്റിയും സാഹോദര്യത്തെ പറ്റിയും ഒത്തൊരുമയെ പറ്റിയും ഒരു പ്രഭാഷണം നടത്തേണ്ട കാര്യമില്ല എന്ന് എനിക്ക് കൃത്യമായി അറിയാം. You are the land of Sri Narayan Guru. ഇത് നിങ്ങളെന്ന് പറയുന്നത് ശ്രീനാരായണ ഗുരുവിന്റെ ഭൂമിയാണ്. Much before any of us could give you lectures on peace and harmony, he instilled it in your culture and in your tradition. നമ്മളൊക്കെ വളരെ മുമ്പ് നമ്മളൊക്കെ സമാധാനത്തെക്കുറിച്ചും സാഹോദര്യത്തെക്കുറിച്ചും ഒത്തൊരുമയെക്കുറിച്ചും ഒക്കെ പറയുന്നതിന് വളരെ മുമ്പ് ശ്രീനാരായണ ഗുരുവിനെ പോലെയുള്ള ആളുകൾ ഇവിടുത്തെ സംസ്കാരത്തിൽ ഇത് ഇഴുകി ചേർക്കാൻ സഹായകമായിട്ടുണ്ട്. Your own culture, your own tradition is one of love, of peace and of harmony. നിങ്ങളുടെ സംസ്കാരം എന്ന് പറയുന്നത്, നിങ്ങളുടെ പാരമ്പര്യം എന്ന് പറയുന്നത് സ്നേഹത്തിൻ്റെയും സമാധാനത്തിൻ്റെയും ഒത്തൊരുമയുടെയും ഐക്യത്തിൻ്റെതുമായ ഒന്നാണ്. You know better than I do what the politics of the BJP and the RSS is.
BJPയുടെയും RSSന്റെയും രാഷ്ട്രീയം എന്താണെന്ന് എനിക്കറിയാവുന്നതിനേക്കാളും വളരെയധികം നിങ്ങൾക്കാണ് അറിയാവുന്നത്. It is a well-packaged, well-fueled by propaganda and PR effort to camouflage the fact that it is divisive and it spreads anger, it spreads hatred amongst you. അതിന്റെ പ്രത്യയശാസ്ത്രം ജനങ്ങളെ വിഭജിക്കുന്നതും ജനങ്ങളുടെ ഇടയിൽ വിദ്വേഷവും വെറുപ്പും വളർത്തുന്നതുമാണ് എന്നുള്ള വസ്തുത മറച്ചുവെക്കാൻ വേണ്ടി PR വർക്കും പ്രചരണവും നടത്തുന്നതാണ് RSSന്റെയും BJPയുടെയും രാഷ്ട്രീയത്തിന്റെ അടിസ്ഥാനം എന്ന് എന്നെക്കാളും വ്യക്തമായി നിങ്ങൾക്കറിയാം. It's a pretense that it is a politics of development, a politics for the people. അത് വികസനത്തിന്റെ രാഷ്ട്രീയമാണ്, ജനങ്ങളുടെ രാഷ്ട്രീയമാണ് എന്ന് പറയുന്നത് വെറും കാപട്യവും മുഖംമൂടിയും നാട്യവുമാണ്. The truth is that its only purpose is to keep power. സത്യം എന്ന് പറയുന്നത് BJPയുടെയും RSSന്റെയും രാഷ്ട്രീയത്തിന്റെ ഒരേ ഒരു ലക്ഷ്യം എന്ന് പറയുന്നത് അതിനെ അധികാരത്തിൽ നിലനിർത്തുക എന്നത് മാത്രമാണ്. We have seen this again and again in the last few years of their rule. കഴിഞ്ഞ കുറേ വർഷങ്ങൾ അവർ ഭരിച്ചുകൊണ്ടിരിക്കുന്ന കഴിഞ്ഞ കുറേ വർഷങ്ങൾ ഇത് നമ്മൾ വീണ്ടും വീണ്ടും കണ്ടുകൊണ്ടിരിക്കുകയാണ്. Their policies have favored only a few corporate friends. അവർ നയപരമായ തീരുമാനങ്ങൾ എടുക്കുമ്പോൾ അവർ താല്പര്യം കാട്ടുന്നത് അവരുടെ കുറച്ച് കോർപ്പറേറ്റ് സുഹൃത്തുക്കളോട് മാത്രമാണെന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. Except for election time, when they speak of the poor, they only work for the rich. തെരഞ്ഞെടുപ്പ് സമയത്ത് മാത്രം അവർ പാവപ്പെട്ടവരെ കുറിച്ച് സംസാരിക്കും, അല്ലാത്ത സമയത്ത് അവർ പ്രവർത്തിക്കുന്നത് ഈ രാജ്യത്തെ സമ്പന്നരായ ആൾക്കാർക്ക് വേണ്ടി മാത്രമാണ്. And even amongst the rich, they work only for the few 4 or 5 industrialists who are their friends. ഈ പറയുന്ന സമ്പന്നരായ ആളുകൾ എന്ന് പറയുമ്പോൾ അവർക്കിടയിൽ തന്നെ BJP RSSന്റെ ഗവൺമെന്റ് പ്രവർത്തിക്കുന്നത് അവർക്കിടയിലെ 4 or 5 BJPയുടെയും RSSന്റെയും സുഹൃത്തുക്കളായ വ്യവസായികൾക്ക് വേണ്ടി മാത്രമാണ്. We saw how they forced a law that people rose against. നിങ്ങൾക്കറിയാം, ഈ രാജ്യത്തുള്ള ജനങ്ങൾ മുഴുവൻ പ്രതിഷേധിച്ച ഒരു നിയമം അവരെങ്ങനെയാണ് അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കുന്നതെന്ന്. We saw the NRC CAA. It is designed to divide people. നമുക്കറിയാം NRC അതുപോലെ തന്നെ പൗരത്വ ഭേദഗതി നിയമം അത് എത്രമാത്രം ഈ രാജ്യത്തെ ജനങ്ങളെ വിഭജിക്കാൻ വേണ്ടി രൂപകൽപ്പന ചെയ്തിട്ടുള്ളതാണെന്ന് നമ്മൾക്ക് കൃത്യമായി അറിയാം. A law that asks you to provide proof of your allegiance to India. നിങ്ങൾക്ക് നിങ്ങളുടെ ഭാരതത്തോടുള്ള ഇന്ത്യയോടുള്ള നിങ്ങളുടെ വിധേയത്വം നിങ്ങളുടെ താല്പര്യം കാണിക്കുന്നതിന് വേണ്ടി നിങ്ങളോട് തെളിവ് ചോദിക്കുന്ന ഒരു നിയമം. A law that questions your love for your motherland. നിങ്ങളുടെ മാതൃഭൂമിയോടുള്ള നിങ്ങളുടെ സ്നേഹത്തെ ചോദ്യം ചെയ്യുന്ന ഒരു നിയമം. And when people all over the country rose against this law, when students protested, they were put down in the worst possible manner. ഈ രാജ്യത്തുള്ള മുഴുവൻ ആളുകൾ, ധാരാളം ആളുകൾ ഈ നിയമത്തിനെതിരെ പ്രതിഷേധിച്ചപ്പോൾ, നമ്മുടെ വിദ്യാർത്ഥികൾ പ്രതിഷേധിച്ചപ്പോൾ അവരെ വളരെയധികം ക്രൂരമായ രീതിയിൽ അടിച്ചമർത്താനാണ് ഈ ഗവൺമെന്റ് ശ്രമിച്ചത്. They were beaten, they were oppressed, their voices were silenced. അവരുടെ ശബ്ദങ്ങൾ ദുർബലമാക്കി, അവർ അടിച്ചമർത്തപ്പെട്ടു, അവർ മർദ്ദിക്കപ്പെട്ടു. I myself traveled extensively in Uttar Pradesh during that time. ആ സമയത്ത് ഞാൻ ഉത്തർപ്രദേശിൽ വളരെയധികം വ്യാപകമായി യാത്ര ചെയ്യുകയുണ്ടായി. I can never forget that I went to the house of a 19-year-old boy who used to support his family by selling milk outside their home. എനിക്ക് 19 വയസ്സുള്ള ഉത്തർപ്രദേശിലെ 19 വയസ്സുള്ള പാല് വിറ്റ് ഉപജീവനം നടത്തിക്കൊണ്ടിരിക്കുന്ന 19 വയസ്സുള്ള ഒരു ആൺകുട്ടിയുടെ വീട്ടിൽ പോയ അനുഭവം എനിക്ക് മറക്കാൻ സാധിക്കില്ല. He was simply standing outside his house when he was shot by the UP police. UP പോലീസ് ആ പയ്യനെ വെടിവെച്ചപ്പോൾ ആ പയ്യൻ വെറുതെ സ്വന്തം വീടിന്റെ മുറ്റത്ത് നിൽക്കുകയായിരുന്നു. I can never forget his father's face. ആ പയ്യന്റെ, ആ 19 വയസ്സുള്ള കുട്ടിയുടെ അച്ഛന്റെ മുഖം എനിക്ക് ഒരിക്കലും മറക്കാൻ സാധിക്കില്ല. I can never forget the pain in his mother's eyes. ആ പയ്യന്റെ, ആ ആൺകുട്ടിയുടെ അമ്മയുടെ കണ്ണുകളിലെ വേദന എനിക്ക് ഒരിക്കലും മറക്കാൻ സാധിക്കില്ല. They looked at me and they asked me, what have we done? അവര് എന്നോട് നോക്കി ചോദിച്ചു, we are quietly earning our own living.
ഞങ്ങൾ എന്താണ് ചെയ്തത്? We have not hurt anyone. ഞങ്ങൾ സമാധാനമായിട്ട് ഞങ്ങളുടെ ഉപജീവനം നേടുകയാണ്. ഞങ്ങൾ ആരെയും വേദനിപ്പിച്ചിട്ടില്ല. We have not disturbed anyone. ഞങ്ങൾ ആരെയും ശല്യപ്പെടുത്തിയിട്ടില്ല. This is our motherland. ഇത് ഞങ്ങളുടെ മാതൃഭൂമിയാണ്. The father said to me in Hindi, "Meri mitti isi zameen mein hogi." You understand Hindi? Yeah. Mitti is mud. Because when you are buried, that he will be buried on this land. ആ അച്ഛൻ എൻ്റെ മുഖത്ത് നോക്കി പറഞ്ഞു, എൻ്റെ മണ്ണ് ഞാൻ എന്നെ അടക്കുമ്പോൾ എൻ്റെ മണ്ണ് എന്നെ അടക്കുന്നത് ഈ ഭൂമിയിലായിരിക്കും എന്ന്, ഇന്ത്യയുടെ ഈ ഭൂമിയിലായിരിക്കും എന്ന് ആ അച്ഛൻ എൻ്റെ മുഖത്ത് നോക്കി പറഞ്ഞു. He said he was born of this land and he will die of this land. അദ്ദേഹം പറഞ്ഞത്, ഞാൻ ഈ ഭൂമിയിൽ ജനിച്ച ആളാണ്, ഈ ഭൂമിയിൽ തന്നെ ഞാൻ മരിക്കും എന്നാണ് അദ്ദേഹം എന്നോട് പറഞ്ഞത്. I met students of Banaras Hindu University who had been arrested, thrown in jail on the harshest of charges because they protested this law. അതുപോലെ തന്നെ ബനാറസ് ഹിന്ദു യൂണിവേഴ്സിറ്റിയിലെ വിദ്യാർത്ഥികൾ ഈ നിയമത്തിനെതിരെ പ്രതികരിച്ചതിന് അവർക്കെതിരെ വളരെയധികം കടുപ്പമുള്ള കുറ്റങ്ങൾ അവരുടെ മേൽ ചുമത്തി അവരെ അറസ്റ്റ് ചെയ്ത് ജയിലിലേക്ക് അയക്കുകയാണ് ഉണ്ടായത്. I met the young sisters of a boy 21 years old who had just come out after his prayers from the mosque and he was shot in cold blood. ഒരു പയ്യൻ, മോസ്കിൽ നിന്ന് പുറത്തു വന്ന ഒരു പയ്യന്റെ, അദ്ദേഹം അവിടെ വെടിവെച്ച് ആ പയ്യന്റെ 2 സഹോദരിമാരെ ഞാൻ They showed me his pictures. A beautiful young face, full of promise. He used to work hard in a town far away from their village and he used to support them with his work. അവരെ സഹായിച്ചുകൊണ്ടിരുന്ന, അവരെ പിന്തുണച്ചുകൊണ്ടിരുന്ന മനോഹരമായ ഒരു മുഖം, അനേകം സ്വപ്നങ്ങളുള്ള, അനേകം വാഗ്ദാനങ്ങളും പ്രതീക്ഷകളുമുള്ള മുഖം അവരെനിക്ക് കാണിച്ചു തന്നു. In the same way that they thrust the CA and NRC on the nation, today they thrust the farm laws on the nation. എങ്ങനെയാണോ CAA NRC നിയമങ്ങൾ ഈ രാജ്യത്ത് അടിച്ചേൽപ്പിക്കാൻ അവർ ശ്രമിച്ചത്, അതുപോലെയാണ് കർഷക നിയമങ്ങൾ ഇന്നവർ ഈ രാജ്യത്തിന് മേൽ, കർഷകരുടെ മേൽ അടിച്ചേൽപ്പിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. Laws that will all but destroy the farmers of our country. ആ നിയമങ്ങൾ എന്ന് പറയുന്നത് നമ്മുടെ രാജ്യത്തെ കർഷകരെ നശിപ്പിക്കാൻ പോകുന്ന നിയമങ്ങളാണ്. Lakhs of poor farmers have been sitting outside Delhi for months and months. ലക്ഷക്കണക്കിന് നമ്മുടെ നാട്ടിലെ ദരിദ്രരായ കർഷകർ ഡൽഹിക്ക് പുറത്ത് മാസങ്ങളായി സമരം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. And they have exposed the truth of the politics of the BJP. അവരാണ് നമ്മുടെ ഇവിടെ ഭരിക്കുന്ന BJP ഗവൺമെന്റിന്റെ രാഷ്ട്രീയം എന്താണെന്ന് കൃത്യമായി വെളിപ്പെടുത്തി തന്നിരിക്കുന്നത്. They have exposed the truth that the government does not work for the people. ഈ കർഷകർ നമുക്ക് മനസ്സിലാക്കി തന്നു, ഈ രാജ്യത്തെ ഗവൺമെന്റ് ഈ രാജ്യത്തെ ജനങ്ങൾക്ക് വേണ്ടി അല്ല പ്രവർത്തിക്കുന്നത് എന്ന സത്യം ഈ രാജ്യത്തെ വെളിവാക്കി തന്നവരാണ് നമ്മുടെ കർഷകർ. And the government, the prime minister, his പ്രധാനമന്ത്രിയും അതുപോലെ അദ്ദേഹത്തിന്റെ മന്ത്രിമാരും ഈ നമ്മുടെ നാട്ടിലെ ഈ സമരം ചെയ്യുന്ന കർഷകരെ പാടെ അവഗണിക്കുകയാണ് ഉണ്ടായത്. They may stay in their palaces and tour around the country in their fancy planes and pretend that the farmers have no voice. അവരുടെ കൊട്ടാരങ്ങളിലിരിക്കും, ഈ രാജ്യം മുഴുവൻ സഞ്ചരിക്കും, പക്ഷേ അവർ നടിക്കുകയാണ് നമ്മുടെ നാട്ടിലെ കർഷകർക്ക് ശബ്ദമില്ല, അവരുടെ ശബ്ദം കേൾക്കാനും തയ്യാറല്ല, ആ ശബ്ദമില്ലെന്നും അവർ നടിക്കുകയാണ്. But they are wrong. പക്ഷേ അവർ ചെയ്യുന്നത് തെറ്റാണ്, അവർ തെറ്റാണ്. The foundation this country is built on is a democratic foundation. ഈ രാജ്യത്തിന്റെ അടിത്തറ എന്ന് പറയുന്നത് ജനാധിപത്യത്തിന്റെ, ജനായത്തത്തിന്റെ അടിത്തറയിലാണ് ഈ രാജ്യം കെട്ടിപ്പടുത്തിരിക്കുന്നത്. There is nothing stronger, nothing greater and nothing more powerful than the power of the people of India. ഈ രാജ്യത്തെ ജനങ്ങളുടെ ശക്തിയെക്കാളും ശക്തിയുള്ളത്, കരുത്തുള്ളത് മറ്റൊന്നുമല്ല എന്ന് അവർ മനസ്സിലാക്കണം. You are the people of India. നിങ്ങൾ എന്ന് പറയുന്നത് ഈ രാജ്യത്തെ ഇന്ത്യയുടെ ജനങ്ങളാണ്. You are the people of the most highly educated state of India. നിങ്ങൾ എന്ന് പറയുന്നത് ഈ ഇന്ത്യയിലെ ഏറ്റവും വിദ്യാസമ്പന്നരായ ആളുകളുള്ള ഒരു സംസ്ഥാനത്തെ ജനങ്ങളാണ് നിങ്ങൾ ഓരോരുത്തരും. Show India the way.
ഇന്ത്യക്ക് നിങ്ങൾ വഴി കാണിച്ചു കൊടുക്കുക. Start with your politics here. നിങ്ങളുടെ പ്രതിഷേധം ഇവിടെ നിന്ന് തുടങ്ങട്ടെ. Make your government answerable to you. നിങ്ങളുടെ ഗവൺമെന്റിനെ നിങ്ങളോട് ഉത്തരവാദിത്തമുള്ളവരാക്കി, നിങ്ങൾക്ക് ഉത്തരം നൽകുന്നവരാക്കി നിങ്ങൾ മാറ്റുക. Do not let your voices go unheard. നിങ്ങളുടെ ശബ്ദങ്ങൾ കേൾക്കാതിരിക്കാൻ നിങ്ങൾ ഒരിക്കലും അനുവദിക്കരുത്. It is only your voice that can steer this country in the right direction. നിങ്ങളുടെ ശബ്ദത്തിനാണ് ഈ രാജ്യത്തെ യഥാർത്ഥ ദിശയിൽ മുൻപോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്നത്. നിങ്ങളുടെ ശബ്ദത്തിന് മാത്രമാണ്. And you should use all your power to ask these governments to perform for you, to create development in your state, to create jobs, to strengthen your businesses, to empower the women of this state, and to give your children a brighter future. നിങ്ങളുടെ എല്ലാ ശക്തിയും ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾ ഈ ഗവൺമെന്റുകളോട് ആവശ്യപ്പെടണം. നിങ്ങളുടെ സംസ്ഥാനത്തിന്റെ ഭാവിക്ക് വേണ്ടി പ്രവർത്തിക്കുവാൻ ആവശ്യപ്പെടണം. ഇവിടുത്തെ സ്ത്രീകളെ ശക്തീകരിക്കാൻ ആവശ്യപ്പെടണം. നിങ്ങൾക്ക് തൊഴിലവസരങ്ങൾ നൽകാൻ ആവശ്യപ്പെടണം. നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് ശോഭനമായ ഒരു ഭാവി ഉണ്ടാക്കാൻ നിങ്ങളുടെ എല്ലാ ശക്തിയും ഉപയോഗിച്ച് ഈ ഗവൺമെന്റുകളോട് നിങ്ങൾ ആവശ്യപ്പെടണം. This is the great responsibility that you hold in your hands. നിങ്ങളുടെ കയ്യിലുള്ള ഏറ്റവും വലിയൊരു ഉത്തരവാദിത്തമാണിത്. Your vote is your greatest weapon. നിങ്ങളുടെ വോട്ട് എന്ന് പറയുന്നത് നിങ്ങളുടെ ഏറ്റവും വലിയ ആയുധമാണ്. I have come all the way from New Delhi to ask you simply this: use your vote with wisdom. ഞാൻ ന്യൂഡൽഹിയിൽ നിന്നും ഇത്ര ദൂരം സഞ്ചരിച്ചു വന്നത് നിങ്ങളോട് ഈ ഒറ്റ കാര്യം ചോദിക്കാനാണ്. നിങ്ങൾ വോട്ട് ചെയ്യുമ്പോൾ നിങ്ങളുടെ വിവേകം ഉപയോഗിച്ച് വോട്ട് ചെയ്യുക എന്ന് നിങ്ങളോട് ആവശ്യപ്പെടാനാണ്. Use it to build Kerala. Use it to build India. Use it to build the future of your sons and daughters so that they can prosper and move ahead united and build a happy life for themselves. നിങ്ങളുടെ വോട്ട് കേരളത്തെ നിർമ്മിക്കാൻ ഉപയോഗിക്കുക, ഇന്ത്യയെ നിർമ്മിക്കാൻ ഉപയോഗിക്കുക. നിങ്ങളുടെ മക്കളുടെ, ആൺകുട്ടികളുടെയും പെൺകുട്ടികളുടെയും ഭാവിക്ക് വേണ്ടി ഉപയോഗിക്കുക. അവർക്ക് ശോഭനമായ സന്തോഷമുള്ള ഒരു ഭാവി ഉണ്ടാക്കാൻ വേണ്ടി നിങ്ങളുടെ വോട്ട് നിങ്ങൾ ഉപയോഗിക്കുക. We have in the Congress party given 50% of our tickets to young men and women. കോൺഗ്രസ് പാർട്ടിയിൽ ഞങ്ങൾ 50%, UDFന്റെ 50% സ്ഥാനാർത്ഥികൾ നമ്മുടെ and the other 50% is wisdom and experience. 50% യുവത്വമാണ്, അടുത്ത 50% എന്ന് പറയുന്നത് വിവേകവും അനുഭവ സമ്പത്തുമുള്ളവരുമാണ്. We have a team ready for you. നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളൊരു ടീം ഞങ്ങളുടെ കയ്യിൽ റെഡി ആയിട്ടുണ്ട്. Which will bring idealism, the youthful energy into politics, and will bring wisdom and experience together with it. യുവത്വത്തിന്റെ ഊർജവും പ്രസരിപ്പും അതുപോലെ തന്നെ പ്രായത്തിന്റെ അനുഭവ സമ്പത്തും വിവേകവും ഒരുമിച്ചുള്ള ഒരു ടീമിനെയാണ് ഞങ്ങൾ നിങ്ങളുടെ മുൻപിൽ അവതരിപ്പിച്ചിരിക്കുന്നത്. I announced before. So I wish and I hope that you will strengthen their hands. You will make the UDF win so that you get a government in your state that works only for you. അതുകൊണ്ട് എനിക്ക് ഉറപ്പുണ്ട്, നിങ്ങൾ UDFനോട് ചേർന്ന് നിന്നുകൊണ്ട് ഇവർക്ക് പിന്തുണ നൽകിക്കൊണ്ട് നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു ഗവൺമെന്റിനെ കേരളത്തിൽ തെരഞ്ഞെടുക്കുമെന്ന കാര്യത്തിൽ എനിക്ക് ഉറപ്പുണ്ട്. You have built a beautiful state with your hard work and your toil. We want to build a beautiful future for you. Give us the chance. Thank you. And thank you for waiting for me in this heat. Jai Hind. നിങ്ങളുടെ കഠിനാത്വം കൊണ്ട് മനോഹരമായ ഒരു സംസ്ഥാനം ഉണ്ടാക്കിയിട്ടുണ്ട്. നിങ്ങൾക്ക് വേണ്ടി മനോഹരമായ ഒരു ഭാവി ഉണ്ടാക്കണം. അതുകൊണ്ട് നിങ്ങൾ ഞങ്ങൾക്കൊരു അവസരം നൽകുക. ഇത്രയും നേരം എനിക്ക് വേണ്ടി കാത്തിരുന്നതിന് നന്ദി. നമസ്കാരം. ജയ് ഹിന്ദ്.